Google India digital payment platform ആണ് Google Pay. നമ്മൾ UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ Red ആയിക്കോട്ടെ, Kiwi ആയിക്കോട്ടെ, അങ്ങനെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് അവിടെ UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ചേട്ടാ UPI പേയ്മെന്റ് ഉണ്ടോ എന്നായിരിക്കില്ല ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ചേട്ടാ GPay ഉണ്ടോ അല്ലെങ്കിൽ ഫോൺ പേ ഉണ്ടോ എന്നായിരിക്കും. കാരണം മാർക്കറ്റ് ഷെയറിന്റെ ഭൂരിഭാഗവും ഹോൾഡ് ചെയ്യുന്നത് ഫോൺ പേയും ഗൂഗിൾ പേയും കൂടിയാണ്. ഫോൺ പേ ആണ് ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ഗൂഗിൾ പേ ആണ്, മൂന്നാം സ്ഥാനത്ത് Paytm ആണ്, നാലാം സ്ഥാനത്ത് Navi UPI. അത് മാത്രമല്ല നമ്മളിൽ പലരും UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഒരു പക്ഷേ ഗൂഗിൾ പേ വഴി ആയിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് UPI പേയ്മെന്റ് ചെയ്തത് ഏത് പ്ലാറ്റ്ഫോം വഴിയാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന UPI പ്ലാറ്റ്ഫോം ഏതാണെന്ന് കൂടി കമന്റ് ചെയ്യുക. ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഗൂഗിൾ പേ വഴിയാണ്. ഗൂഗിൾ പേ വഴിയാണ് ആദ്യം ഞാൻ UPI പേയ്മെന്റ് സെറ്റ് ചെയ്തതും പേയ്മെന്റ് ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പോൾ നിലവിൽ ഞാൻ ആക്റ്റീവായിട്ട് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കിവിയും സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ മൊബൈൽ ആപ്പുമാണ്. പിന്നെ P2P പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ ഇപ്പോഴും നിലവിൽ ഉപയോഗിക്കുന്നത് GPay ആണ്. കാരണം സ്ഥിരമായിട്ട് ചെയ്യുന്ന പേയ്മെന്റ് ആണെങ്കിൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പം GPay ആണ്. അതുകൊണ്ട് തന്നെ P2P പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് GPay തന്നെയാണ്. 2016 ഏപ്രിലാണ് NPCI UPI പൈലറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ബാങ്കുകളെല്ലാം തന്നെ അവരുടെ മൊബൈൽ ആപ്പിൽ UPI പേയ്മെന്റ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് തുടങ്ങി. UPI മാർക്കറ്റിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ആപ്പ് എന്ന് പറയുന്നത് ഫോൺ പേ ആണ്. 2016 ഓഗസ്റ്റിലാണ് ഫോൺ പേ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം 2016 ഡിസംബർ ആയപ്പോഴേക്കും NPCIയുടെ തന്നെ പേയ്മെന്റ് ആപ്പായ ഭീം ലോഞ്ച് ചെയ്തു. ഗൂഗിൾ പേ ഇന്ത്യയിലേക്ക് വരുന്നത് ടെസ് എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു. 2017 സെപ്റ്റംബറിൽ ഗൂഗിൾ ടെസ് എന്ന പേരിൽ അവരുടെ പേയ്മെന്റ് ആപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം 2018 സെപ്റ്റംബർ ആയപ്പോഴേക്കാണ് അത് റീബ്രാൻഡ് ചെയ്ത് ഗൂഗിൾ പേ എന്ന പേരിലേക്ക് മാറിയത്. ഗൂഗിൾ പേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ പേ ആയിക്കോട്ടെ, അതൊന്നും ഒരിക്കലും ഒരു ബാങ്ക് അല്ല, അതൊരു ഇന്റർമീഡിയറ്ററി പ്ലാറ്റ്ഫോം മാത്രമാണ്. നമ്മളുടെ ബാങ്കിനെയും അതുപോലെ തന്നെ UPI സിസ്റ്റത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറ്ററി പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ പേ ആണെങ്കിലും ഇനിയിപ്പോൾ ഫോൺ പേ ആണെങ്കിലും. മുൻപൊക്കെ നമുക്ക് ഒരു വ്യക്തിക്ക് പണം അയക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയും സെയിം പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിക്കണമായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ GPayയുടെ ഒരു വ്യക്തിക്ക് പണം അയക്കുമ്പോൾ ആ ഒരു വ്യക്തിയും GPay ഉപയോഗിക്കണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഉള്ള ഒരു മാർഗ്ഗം ആ ഒരു വ്യക്തിയുടെ UPI ID വാങ്ങിയിട്ട് അതുവഴി വേണമായിരുന്നു പണം അയക്കാനായിട്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. UPI നമ്പർ ഉണ്ട്, എല്ലാവരുടെയും മൊബൈൽ നമ്പർ തന്നെയായിരിക്കും UPI നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണെങ്കിലും ജസ്റ്റ് ആ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അയക്കുന്ന വ്യക്തി ഏത് UPI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ആ ഒരു വ്യക്തി UPI നമ്പർ എനേബിൾ ചെയ്തിരിക്കുന്ന UPI പ്ലാറ്റ്ഫോം ഏതാണോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഡിഫോൾട്ട് ആയിട്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകും. അതുപോലെ തന്നെ ആ ഒരു UPI പ്ലാറ്റ്ഫോമിലായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വരുന്നത്. നിങ്ങൾ GPay വഴിയാണ് പണം അയച്ചതെങ്കിലും ആ ഒരു റിസീവ് ചെയ്യുന്ന വ്യക്തി ഫോൺ പേ ആണ് ആ ഒരു വ്യക്തിയുടെ UPI നമ്പർ മാപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു ഫോൺ പേയിലായിരിക്കും ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിക്കുക. പല വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഒരു പ്രശ്നം വരാറുണ്ട്, എനിക്കൊരു വ്യക്തി പണം അയച്ചു അതിന്റെ ഹിസ്റ്ററി GPayയിൽ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിന്റെ റീസൺ ഇതാണ്, നിങ്ങളുടെ UPI നമ്പർ ഇപ്പം മാപ്പ് ചെയ്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലായിരിക്കാം. നിങ്ങൾ ഫോൺ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് UPI സെറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ UPI നമ്പർ അതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാകാം. സോ UPI നമ്പർ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും. അത് നിങ്ങൾ GPayയിൽ നിന്നും അൺമാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ പേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും പിന്നീട് പണം അയക്കുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിക്കുക. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം ക്രെഡിറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യുക. പിന്നെ ഇപ്പോൾ വരുന്ന മറ്റൊരു കമന്റ് ആണ്, ചിലരൊക്കെ സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഈ പറഞ്ഞ രീതിയിൽ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല, സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. റീസൺ ഇത് തന്നെയാണ്. നിങ്ങൾ സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, സ്ലൈസ് ആ ഒരു മൊബൈൽ ആപ്പിൽ UPI കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ UPI നമ്പർ ആ ഒരു സ്ലൈസ് UPI ആപ്പിലേക്ക് മാപ്പായി. സ്ലൈസ് UPI ആപ്പിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. സോ പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് വേറെ ആരെങ്കിലും പണം അയക്കുന്ന സമയത്ത് സ്ലൈസിന്റെ ആപ്പിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത UPI IDയിലേക്കായിരിക്കും പണം വരുന്നത്. കാരണം നിങ്ങളുടെ UPI നമ്പർ അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ മാപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ പുതിയതായിട്ട് സ്ലൈസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ സ്ലൈസ് മൊബൈൽ ആപ്പിലേക്കാണ്. സോ അതിലായിരിക്കും നിങ്ങളുടെ UPI ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ സ്ലൈസ് അക്കൗണ്ട് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിലേക്കായിരിക്കും പണം ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. ഇത് എളുപ്പത്തിൽ മാറ്റാനായിട്ട് സാധിക്കും. GPay ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ സെക്ഷനിൽ വന്ന് കഴിയാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും, റിസീവ് മണി ഓൺ GPay അല്ലെങ്കിൽ ഫോൺ പേ ഫ്രം എനി UPI ആപ്പ്. ഏത് UPI ആപ്പിൽ നിന്ന് പണം അയച്ചാലും ഈ ഒരു ഫോൺ പേ അല്ലെങ്കിൽ GPayയിൽ പണം റിസീവ് ചെയ്യാനായിട്ട് അലോ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കാണും. അത് അലോ കൊടുക്കുക. ജസ്റ്റ് അത് പ്രോസസ്സ് ചെയ്ത് കഴിയാൻ നേരത്തിൽ നിങ്ങളുടെ UPI നമ്പർ ആ ഒരു പർട്ടിക്കുലർ മൊബൈൽ ആപ്പിലേക്ക് മാപ്പാകും. GPay ആണെങ്കിൽ GPay, ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയിലേക്ക് മാപ്പാകും. പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് UPI വഴി ആര് പണം അയച്ചാലും നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആപ്പിലായിരിക്കും അതിൻ്റെ ഹിസ്റ്ററി വരുന്നതും ആ ഒരു ആപ്പിൽ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നതും. ഇപ്പോൾ സ്ലൈസ് ആപ്പിലാണെങ്കിൽ സ്ലൈസ് ആപ്പിൽ നിങ്ങൾ ഹോം പേജിൽ നിങ്ങൾ UPI ID കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ UPI സെറ്റിംഗ്സിൽ നമുക്ക് താഴെ മാനേജ് UPI നമ്പർ എന്ന്
പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കാണാനായിട്ട് സാധിക്കും. അവിടെ അത് എനബിൾഡായി കിടക്കുകയാണ്. സോ നമ്മളുടെ UPI നമ്പർ ഇപ്പോൾ മാപ്പ് ആയിരിക്കുന്നത് ഈ ഒരു സ്ലൈസിലേക്കാണ്. സോ നമ്മളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് ഏതെങ്കിലും UPI ആപ്പ് വഴി ആര് പണം അയച്ചാലും വരുന്നത് ഈ ഒരു സ്ലൈസിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റിസീവ്ഡ് മണി ഇൻ സേവിങ്സ് അക്കൗണ്ട് എന്ന് അവിടെ നമുക്ക് സ്ലൈസിന്റെ സേവിങ്സ് അക്കൗണ്ടാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് അതിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് UPI വഴി ആരെങ്കിലും പണം അയക്കുമ്പോൾ സ്ലൈസ് ആപ്പിൽ കിട്ടണ്ട, വേറെ GPay അല്ലെങ്കിൽ ഫോൺ പേയിൽ കിട്ടിയാൽ മതിയെങ്കിൽ ആ ആപ്പിൽ ഞാൻ ഇനി കാണിക്കുന്ന പോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ അതിൽ നിങ്ങൾ UPI നമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആയിക്കോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലൈസിൽ തന്നെ കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് വേറെ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്താൽ മതിയാകും. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെറ്റ് ആസ് എ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈസിൽ തന്നെ UPI വഴി ആരെങ്കിലും പണം അയക്കുമ്പോൾ വരും. ഹിസ്റ്ററിയൊക്കെ ഈ ഒരു ആപ്പിൽ തന്നെ കാണിക്കും. പക്ഷേ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് സ്ലൈസ് അക്കൗണ്ടിന് പകരം നമ്മൾ സെറ്റ് ചെയ്യുന്ന അക്കൗണ്ടിലേക്കായിരിക്കും. ഇനി നിങ്ങളുടെ UPI നമ്പർ GPayയിൽ സെറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് ആരെങ്കിലും UPI വഴി പണം അയക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ GPayയിലാണ് വരേണ്ടതെങ്കിൽ നിങ്ങൾ GPayയിൽ വരിക. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈലേക്ക് കാണാം. പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിസീവ് മണി ഓൺ ഗൂഗിൾ പേ ഫ്രം എനി UPI ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ നമ്മുടെ കൺഫർമേഷൻ ചോദിക്കും. നമ്മളുടെ UPI നമ്പർ ഗൂഗിൾ പേയിലേക്ക് ലിങ്ക് ചെയ്യട്ടെ എന്ന്. അത് ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ലിങ്ക് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഫൈൽ സെക്ഷനിൽ വന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ UPI നമ്പർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കാണാം. ഇനിയിപ്പോൾ ആര് നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് UPI വഴി പണം അയച്ചാലും അത് GPayയിൽ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ GPayയിൽ ബാങ്ക് അക്കൗണ്ട് സെക്ഷനിൽ നിങ്ങൾ പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ അതിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. നമ്മളിപ്പോൾ GPayയിൽ പോയിട്ട് UPI നമ്പർ അതിലേക്ക് മാപ്പ് ചെയ്തു. അതിനുശേഷം സ്ലൈസിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസേബിൾ ആയിരിക്കുന്നത് കാണാം. ഇനി ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. പ്രൊഫൈൽ സെക്ഷൻ എടുക്കുക. പ്രൊഫൈൽ സെക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെയും ഒരു ഓപ്ഷൻ കാണാം. റിസീവ് മണി ഓൺ ഫോൺ പേ, ലിങ്ക് യുവർ UPI നമ്പർ ടു ഫോൺ പേ, റിസീവ് മണി ഫ്രം എനി ആപ്പ്. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിക്കും. ഇപ്പോൾ നിലവിൽ ഈ ഒരു UPI ഐഡിയിലേക്കാണ് ലിങ്ക് കിടക്കുന്നത്. അതിപ്പോൾ നമ്മൾ GPayയിലാണ് ചെയ്തത്. ഫോൺ പേയിൽ കിട്ടാനായിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് ബട്ടൺ കാണിക്കും. ഇപ്പോൾ ഫോൺ പേ ഡിഫോൾട്ട് UPI ആപ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത് ആര് UPI വഴി പണം അയച്ചാലും അത് വരുന്നത് ഈ ഒരു അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഫോൺ പേ ആപ്പിലായിരിക്കും. അതേപോലെ തന്നെ ഫോൺ പേ ആപ്പിൽ നിങ്ങൾ പ്രൈമറി അക്കൗണ്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ അതിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. ഇപ്പോൾ നമ്മൾ ഫോൺ പേയിൽ നിങ്ങളുടെ UPI നമ്പർ മാപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ GPay ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട രീതിയിൽ ഒരു ഓപ്ഷൻ വീണ്ടും വന്നിട്ടുണ്ടാകും. കാരണം നമ്മൾ ഗൂഗിൾ പേയിൽ നിന്ന് അത് മാറ്റി ഫോൺ പേയിലേക്ക് ആക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് ഏത് UPI ആപ്പ് ആണെങ്കിലും നമ്മളുടെ UPI നമ്പറായിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ ഏത് ആപ്പിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ആപ്പിലേക്കായിരിക്കും നിങ്ങൾക്ക് പണം അയക്കുന്ന വ്യക്തി ഏത് ആപ്പ് ഉപയോഗിച്ച് പണം അയച്ചാലും അതിന് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിക്കുക ആ ഒരു ആപ്പിലായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ആപ്പിൽ നിങ്ങൾ പ്രൈമറി അക്കൗണ്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ അതിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക. ഇന്നിപ്പോൾ മാർക്കറ്റിൽ കുറേ അധികം UPI പേയ്മെന്റ് ആപ്പുകൾ ലഭ്യമാണെങ്കിലും പലരുടെയും ഇപ്പോഴത്തെ ഫേവറേറ്റ് GPay തന്നെയാണ്. പലരും GPay ഇൻസ്റ്റാൾ ചെയ്തു UPI പേയ്മെന്റ് ചെയ്യുന്നു, പിന്നീട് വേറൊരു ആപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. അതിന്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ക്ലീൻ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. ഇപ്പോൾ മുതിർന്ന പൗരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പം GPay തന്നെയായിരിക്കും. കാരണം GPayയുടെ ഒരു പേയ്മെന്റ് ആപ്പിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ്. മറ്റു ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫോൺ പേ ആണെങ്കിലും Paytm ആണെങ്കിലും എല്ലാം കുറേ അധികം ഓപ്ഷൻസ് ഇപ്പോൾ ഇൻബിൽട്ട് ആയിട്ട് ആപ്പിൽ വന്നിട്ടുണ്ട്. കുറേയധികം മറ്റു സർവീസും അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ വന്നിട്ട് അത് നോർമൽ ഒരാൾക്ക് നോക്കുന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും പേയ്മെൻറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ GPay ആണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ കോ ബ്രാൻഡഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ലോൺ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ഓർഗനൈസ്ഡ് ആണ്, ക്ലീൻ ആയിട്ടുള്ള ഒരു UI ആണ് GPay പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു റീസൺ ഗൂഗിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് ആണ്. നമ്മൾ ചെറുപ്പം മുതലൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് ഗൂഗിൾ. അത്രത്തോളം വലിയൊരു ബ്രാൻഡാണ് ഗൂഗിൾ. സോ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് കൂടുതലാണ്. അതും ഒരു റീസണാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ P2P പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു ചാറ്റായിട്ട് കിടക്കും. ഒരു ചാറ്റ് ബോക്സ് പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മറ്റു പല ആപ്പിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ UI ഗൂഗിൾ പേയുടെ അത്രത്തോളം വന്നിട്ടില്ല. ഞാൻ മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കിവിയും അതുപോലെ തന്നെ സ്ലൈസിൻ്റെ ആപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴും ഇപ്പോഴും നിലവിൽ പല ആവശ്യങ്ങൾക്കും GPay ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ രീതിയിൽ
P2P പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ചാറ്റ് ബോക്സ് പോലെ അത് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് നമ്മൾ അയച്ച പണം ഇടപാടുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ P2P പേയ്മെൻറ്റിന് സ്റ്റിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു GPay തന്നെയാണ് കൂടുതലായിട്ടും. ഇപ്പോൾ വല്ലപ്പോഴും ചെയ്യും, നമ്മൾ സ്ഥിരമല്ലാതെ ചെയ്യുന്ന P2P പേയ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ ഒരു പക്ഷേ സ്ലൈസ് ഉപയോഗിച്ചേക്കാം, ഇല്ലെങ്കിൽ ഞാൻ കിവി ഉപയോഗിച്ചേക്കാം. കാരണം അതിനകത്ത് ചെറിയ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഗൂഗിൾ പേയിൽ അങ്ങനെ റിവാർഡോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുന്ന P2P പേയ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ ഉപയോഗിക്കുക GPay തന്നെയാണ്. പിന്നെ ഞാൻ GPayയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് മന്ത്ലി ഒരു തവണ സൗജന്യമായിട്ട് സിബിലിൻ്റെ സ്കോറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ നിലവിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി